ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റ് ആയിട്ട് എണീറ്റ് അങ്ങനെ ഒന്ന് നോക്കുമ്പോഴുണ്ട് അമ്മ ദാ പൂരി ചുടുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഞാനും അങ്ങ് കൂടാന്ന്. അതിൻ്റെ ഇടയിൽ അമ്മ ഈ പൂരി വരുത്തുന്ന കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്. യൂട്യൂബിൽ കണ്ട ടിപ്സാണേ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൂരിക്ക് അരക്കപ്പ് ചോറ് അരച്ചതിന് 1 കപ്പ് ഗോതമ്പ് മാവും 2 സ്പൂൺ റവയും 1 സ്പൂൺ ഓയിലും അതിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് കണ്ട പുതിയ പൂരി റെസിപ്പി പരീക്ഷണം. എന്തായാലും പരീക്ഷണമൊക്കെ വിജയിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ട് പൂരി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മഴയിൽ കുതിർന്ന ഈ ഒരു കാലാവസ്ഥയിൽ നല്ല ചതച്ച ഇഞ്ചിയും ഏലക്കയൊക്കെ ഇട്ട് ഒരു ചായ കുടിക്കാൻ തോന്നി. അല്ലെങ്കിൽ കട്ടനാണ് രാവിലെ പതിവ്. പിന്നെ പാൽ പാക്കറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ മുകളിലത്തെ ആ ഒരു കോൺ മാത്രം എടുക്കുമ്പോഴത്തേക്ക് അത് പ്രോസസ്സിങ്ങിലോ റീസൈക്ലിങ്ങിലോ പോവാണ്ട് നമ്മുടെ ഭൂമിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂടും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മുടെ ചായയൊക്കെ റെഡിയായി. പിന്നെ 10 സെക്കൻഡ് കൊണ്ട് ഗ്ലാസ്സിലേക്ക് പകരാനുള്ള ചായ ഞാൻ ഒരു 5-6 മിനിറ്റ് എടുത്ത് ചെയ്യേണ്ടി വന്നു. കാരണം ഇങ്ങനെ സ്പില്ലാവുന്നു, വീഡിയോ എടുക്കുന്നു, വീണ്ടും സ്പില്ലാവുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി തുടങ്ങി. നമ്മൾ ചെയ്യുമ്പോഴല്ലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. പിന്നെ ഈ ഒരു ചെറിയ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് ലൈഫ് ഷോർട്സ് ബൈ വിന്നി.